നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫോൺ എടുക്ക ഇത്ര സമയം. എന്റെ ദൈവമേ, എന്തെങ്കിലും സംഭവിക്കാൻ പോയി നോക്കാം. അല്ല, ഫോൺ കിട്ടിയാ? അതെന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഇടയായിട്ട് മറവി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അയ്യോ, അമ്മയെ കാണണ്ടേ? വാ. മഞ്ജു ഡ്യൂട്ടിക്ക് പോവാണല്ലേ? എന്താ നീ ഒന്നും മിണ്ടാത്തെ? കഴിഞ്ഞ ദിവസം നീ ഇതുപോലെ എന്റെ അനിയത്തെ വഴി തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി. ഇനി നീ ഇത് ആവർത്തിക്കരുത്. ആവർത്തിച്ച നീ എന്ത് ചെയ്യും? നിന്റെ ചേട്ടനെ ഞാനങ്ങ് അറസ്റ്റ് ചെയ്യും. മുകുന്ദനെ തട്ടിക്കൊണ്ടുപോയ കേസും എന്നെ വെട്ടിയ കേസും കൂടി അവന്റെ പേരിൽ ചാർജ് ചെയ്താ അവന് നല്ലൊരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. നീ എന്ത് വേണമെങ്കിലും ചെയ്യ. അവനെ കോടതി തൂക്കിക്കൊന്നാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. പരസ്പരം ഇത്രയും വെറുക്കുന്ന സഹോദരങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. ഗോപാൽജിയുടെ മക്കള് ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നിനക്ക് നിന്റെ ചേട്ടന്റെ കാര്യത്തിൽ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ സ്വന്തം കാര്യത്തിലും നീ ഇതേ വാശി കാണിക്കോ? എന്നെ കൈക്കൂലി കേസിൽ കൊടുക്കാൻ നോക്കിയത് നീയാന്ന് എനിക്ക് മനസ്സിലായി. എന്റെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട്. ആ കേസ് എനിക്ക് എപ്പോ വേണമെങ്കിലും ഫയൽ ചെയ്യാം. ശാലിനിക്ക് കുറെ കാലം അകത്ത് കിടക്കേണ്ടി വരും. വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ച കുട്ടിയല്ലേ. ജയിലിൽ അധിക കാലം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? അല്ല, ചെയ്യാൻ പോകുന്നത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുവരെ നടന്നതെല്ലാം മറക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ എന്നിട്ടും നീ വിടാതെ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പുറകെ കൂടിയ ഗോപാൽജിയുടെ 2 മക്കളും അഴിയണേണ്ടി വരും. വയസ്സാം കാലത്ത് അച്ഛനെ ഒറ്റയ്ക്കാക്കി 2 മക്കളും ജയിലിൽ സുഖവാസത്തിന് പോകുന്നത് ശരിയാണോ? നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. അവള് പറഞ്ഞതുപോലെ ചെയ്യും. അതവളുടെ കണ്ണുകൾ കണ്ടറിയാം. അവളെ നമ്മൾ സൂക്ഷിക്കണം മോളെ. ഹലോ. ഹലോ, ഞാൻ കുറെ വിളിച്ചു, എടുത്തില്ലല്ലോ. പരീക്ഷ എടുത്തുകൊണ്ട് കുറെ പഠിക്കാനുണ്ട്. പിന്നെ ഇവിടെ പണ്ടത്തെ പോലെയല്ല, ആളുകൾ കൂടി. സമാധാനമായിട്ടൊന്ന് ഫോൺ ചെയ്യാൻ കുറച്ച് പാടാ. ഫോണിൽ സംസാരിക്കാനുള്ള സ്വകാര്യത പോലും ഇല്ലേ? എന്നാ നീ ഇങ്ങോട്ട് പോരെ, ഇവിടെ ആരും കാണില്ല. നിനക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം. വേണ്ട വേണ്ട, കഴിഞ്ഞ തവണ വന്നതിന്റെ പേടി ഇതുവരെ മാറിയിട്ടില്ല. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നീ വാ. എത്ര ദിവസമായി നിന്നെ ഒന്ന് കണ്ടിട്ട്. നോക്കട്ടെ, പരീക്ഷ ആയതുകൊണ്ട് അമ്മ പുറത്തേക്കൊന്നും അങ്ങനെ വിടാറില്ല. എന്നാലും ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞ് ചാടാൻ നോക്കാം. അത് മതി, ഞാൻ കാത്തിരിക്കും. ശരി.
കുഞ്ഞാറ്റെ അത് നീ കൂടുതൽ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. കാര്യം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പഠിക്കാനാണെന്നും പറഞ്ഞ് കോളേജിലേക്ക് പോയിട്ട് ഇതാണല്ലേ പരിപാടി? ദേ, ചെക്കൻ ആരാണെന്ന് മാത്രം പറഞ്ഞാ മതി. സഞ്ജയ്. ഗോപാൽജിയുടെ മകൻ സഞ്ജയോ? അയ്യോ, എന്റെ പൊന്നുമോളെ, നിനക്ക് ലോട്ടറി അടിച്ചല്ലോ. അവനാണ് യഥാർത്ഥ പുളിങ്കൊമ്പ്. വിടാതെ പിടിച്ചോളണം. അതല്ലേ ഞാൻ ചെയ്യുന്നത്. അവന്റെ മുന്നില് നിഷ്കളങ്കയായ ഗ്രാമീണ പെണ്ണായി അഭിനയിച്ച് ഞാൻ മടുത്തു. എങ്ങനെയെങ്കിലും അവനെ കല്യാണം കഴിച്ച് ആ വീട്ടില് കയറി കൂടണം. അതത്ര എളുപ്പമൊന്നുമല്ല. സഞ്ജയനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴേ എല്ലാരും പറയുന്ന ഒരേ കാര്യമാണ്, അവൻ സ്ത്രീ വിഷയത്തിൽ ഭയങ്കര പ്രശ്നക്കാരനാണെന്ന്. അതൊക്കെ എനിക്കും അറിയാം. പക്ഷെ എല്ലാം തികഞ്ഞ ഒരുത്തരം നോക്കിയിരുന്നാലേ മൂക്കില് പല്ല് മുളയ്ക്കത്തേ ഉള്ളൂ. അല്ല, അതല്ല മോളെ, അവൻ ചിലപ്പോ നിന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞാലോ? അത് തന്നെയാ അവന്റെ ഉദ്ദേശമെന്ന് എനിക്കും അറിയാം. പക്ഷെ അവനെ കുടുക്കി ഈ കല്യാണം നടത്താനാ എന്റെ പ്ലാൻ. ശാലിനിയെ കല്യാണം കഴിച്ച് ഗിരിയേട്ടൻ ആ കുടുംബത്തിന്റെ ഭാഗമാവൂന്ന ഞാൻ കരുതിയ. പക്ഷെ ഗിരിയേട്ടൻ അതിനുള്ള ഭാഗ്യമില്ല. ഇത് എനിക്ക് കിട്ടിയ അവസരമാ. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും സഞ്ജയുടെ കൈ പിടിച്ച് ഞാൻ ആ വീട്ടിൽ കയറും. ആ ചെക്ക സമ്മതിച്ചാലും ഗോപാൽജി ഈ കല്യാണത്തിന് സമ്മതിക്കുന്ന മോക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷേ അവരുടെ സമ്മതം ഒന്നുമില്ലാതെ ഈ കല്യാണം നടത്താനാ എന്റെ ഉദ്ദേശം. ഇതൊക്കെ നടക്കോ? എല്ലാം നടക്കും. കുഞ്ഞാറ്റ എന്റെ കൂടെ നിന്നതെന്നാ മാത്രം മതി. ഞാൻ നിന്റെ കൂടെ കട്ടിക്കുണ്ടാവും. അത്രയും വലിയ വീടിന്റെ മരുമോളായി കഴിയുമ്പോ എന്നെ മറക്കല്ലേ? ഒരിക്കലും ഇല്ല. എനിക്കൊരു നല്ല കാലം വന്നാ കുഞ്ഞാറ്റയ്ക്കും ഗുണമുണ്ടാവും. വാ, ആരും കാണണ്ട. വാ. ജോലി തിരിച്ചേടി കഴിഞ്ഞതിന് ശേഷം മഞ്ജുവിന്റെ സന്തോഷം ഒന്ന് കാണേണ്ടായിരുന്നു. ആദ്യമായിട്ട് അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞെന്ന് തോന്നിയത് അപ്പോഴാ. അവള് വീണ്ടും പോലീസ് യൂണിഫോം ഇട്ട് തുടങ്ങിയല്ലേ? നിനക്കത് കാണുമ്പോൾ വിഷമം തോന്നില്ലേ? നീ വെറുക്കുന്നൊരു വേഷമല്ലേ അത്? മനസ്സിന്റെ ഏതോ ഒരു കോണിലൊരു നീറ്റലുണ്ട്. അച്ഛന് സംഭവിച്ചത് എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. പക്ഷേ അതിന്റെ പേരിൽ അവളോട് പ്രതികാരം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ ഒരിക്കലും അത് ആഗ്രഹിക്കില്ല. സത്യം. എടാ, പണ്ട് നടന്ന കാര്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ഇപ്പോൾ ഉള്ള ജീവൻ നശിപ്പിക്കുന്ന മണ്ടത്തരോ? ഇത് ഞാൻ മനസ്സിലാക്കിയതുപോലെ അമ്മയും സ്വപ്നയും ഒന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം അതോടെ തീർന്നേനെ. എടാ, നിനക്ക് മഞ്ജുവിനോടുള്ള തെറ്റിദ്ധാരണ മാറാൻ കുറെ സമയം എടുത്തില്ലേ? അതുപോലെ അവർക്കും സമയം എടുക്കും. ഭാനുമതി അമ്മ പഴയ ആളല്ലേ. അവരുടെ ധാരണകൾ മാറാൻ കുറച്ചുകൂടി പാടുപെടേണ്ടി വരും. ആ, അതൊക്കെ പോട്ടെ. ജോലി തിരിച്ചു കിട്ടാൻ സഹായിച്ച നീ ഇപ്പോ മഞ്ജുവിന്റെ മുമ്പിൽ ഒരു നായകനായി കാണുമല്ലേ? നിങ്ങളുടെ പ്രേമം നന്നായിട്ട് പുരോഗമിച്ച് കാണുമല്ലോ. പ്രേമോ? മനുഷ്യത്വത്തിന്റെ പേരില് അവളുടെ ജോലി തിരിച്ചു കിട്ടാൻ ഞാനൊന്ന് സഹായിച്ചു, അത്രേ ഉള്ളൂ. അപ്പോഴേക്കും പ്രേമോന്നൊക്കെ വിചാരിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാ? അതിന് നീ എന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നത്? സ്വന്തം ഭാര്യയോട് പ്രേമമാണെന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? എടാ, നീ ഇതാരെ പേടിക്കുന്നത്? ഇവിടെ നിന്റെ അമ്മയൊന്നുമില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണെന്ന്. അവളൊരു പോലീസുകാരിയും ഞാൻ നാട്ടില് ഗുണ്ടാന്ന് പേരുള്ള ഒരുത്തനുമാണ്. ഞങ്ങൾ തമ്മിൽ നല്ല ബെസ്റ്റ് ചേർച്ചയാ. എടാ, ഞാൻ വെറുതെ പറഞ്ഞല്ല. പല കാര്യങ്ങളിലും നിങ്ങൾ രണ്ടുപേരുടെയും അഭിപ്രായം ഒരുപോലെയാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയോട് നല്ല കൂറുണ്ട്. രണ്ടുപേർക്കും നല്ല അപാര കുടുംബസ്നേഹമുണ്ട്. സത്യസന്ധതയും ആത്മാർത്ഥതയും അഭിമാനവും രണ്ടുപേർക്കും ഉണ്ട്. പിന്നെ സ്നേഹമുണ്ടെങ്കിലും പ്രകടിപ്പിക്കാനേ രണ്ടുപേർക്കും അറിയില്ല. പ്രത്യേകിച്ച് നിനക്ക്. എടാ, പോലീസുകാരോടുള്ള നിന്റെ ദേഷ്യം മാറ്റിവെച്ചാലേ നിങ്ങളെപ്പോലെ പരസ്പരം സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ ഈ നാട്ടിലുണ്ടാവില്ല. ഒന്ന് അതെ, നിനക്കേ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് വെറുതെ അഭിനയിക്കണ്ട. നീയേ അവള് പാട്ട് പാടിയത് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ നമ്മുടെ സ്കൂള് കാലം ഒന്ന് ഓർമ്മിച്ചു നോക്കി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. പണ്ട് മുതലേ
നിനക്ക് മഞ്ജുവിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ദേ, നീ വെറുതെ അനാവശ്യം പറയല്ലേ. ഞാൻ വെറുതെ പറയുന്നല്ലടാ. സ്കൂളിൽ പഠിക്കുമ്പോഴേ നീ സ്പോർട്സ് ചാമ്പ്യനെ അത് ഓർമ്മയുണ്ടോ? ഉണ്ട്. അതിന് ആ കൊല്ലം കലാതിലകമായത് മഞ്ജുവാ. അന്ന് സ്കൂൾ മാഗസിനിൽ നിങ്ങളുടെ രണ്ടുപേരും ഫോട്ടോ അച്ചടിച്ച് വന്നപ്പോ നീ ഒരുപാട് സന്തോഷിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്.